ഹായ്. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ സമീപകാല പ്രകടനങ്ങളിൽ ഒന്ന് കയറി വരും, വീണ്ടും ഡൗൺ ആവും, വീണ്ടും കയറി വരും. മൊത്തത്തിലൊരു കുളമാണ് ഇപ്പോൾ ശരിക്കും. പ്രത്യേകിച്ച് ആ ഒരു ഒരു അതോറിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, രോഹിത് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ ഇങ്ങനെ ഇങ്ങനെ ഈ ഈ തണലായിട്ട് നിന്ന് വെച്ച ഒരു സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഒത്തൊരുമ അതിപ്പോൾ ഇല്ല. കോഹ്ലിൻ്റെ കീഴിൽ നിന്ന് ആ ഒരു ഒത്തൊരുമയില്ല, ധോണിയുടെ കീഴിൽ നിന്ന് ആ ഒരു ഒത്തൊരുമയില്ല, ഗാംഗുലിയുടെ കീഴിൽ നിന്ന് ഒരു ഒത്തൊരുമയില്ല. ഇപ്പോൾ ഒത്തിരി കളിക്കാരുണ്ട്, പക്ഷേ ഇവർക്ക് ആർക്കും ഒരു ടീമിനെ ഹോൾഡ് ചെയ്യാനുള്ള മാനസിക ഒരു പക്വത ഉണ്ടോയെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. പല ആൾക്കാരും അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ ചെയ്തിട്ട് പോകുന്നതല്ലാണ്ട് ഒരു ടീമിനെ ഒരിക്കലും നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മുടെ ടീമിന് ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഗാംഗുലിനെ ക്യാപ്റ്റനായിട്ട് സച്ചിനൊക്കെ റെക്കമെൻഡ് ചെയ്ത് ഗാംഗുലി വരുന്നു. അതിൻ്റെതായ ഒരു അച്ചടക്കത്തോട് ടീമിൻ്റെ ഒരു സിസ്റ്റം പോയൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ സിസ്റ്റത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ഇപ്പോൾ കാര്യങ്ങൾ മൊത്തം ഡിഫറൻ്റ് ആണ്. എങ്കിലും ഒരു ക്യാപ്റ്റൻ്റെതായിട്ടുള്ള ഒരു തലമുണ്ട്, ഒരു മാനസിക തലമുണ്ട്. അതിവിടെ ആരും കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവർ പലരെയും പരീക്ഷിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ ഗാംഗുലിക്ക് ശേഷം ധോണി ശരിക്കും വന്ന ആ ടീമിലേക്ക് വരുമ്പോൾ ധോണി വളരെ യങ്ങാണ്. ധോണിയേക്കാൾ സീനിയോറിറ്റി ഉള്ള, ധോണിയേക്കാൾ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കളിയിൽ ബാറ്റിങ്ങിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടെയാണ് ധോണി ക്യാപ്റ്റനായിട്ട് വരുന്നത്. ധോണി എത്ര പെട്ടെന്നാണ് ആ സ്ഥാനം തനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതെന്നുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയെന്നറിയാവും. അപ്പോൾ പെട്ടെന്നാണ് എല്ലാ ആൾക്കാരും ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ വിശ്വസിച്ച് ധോണി പറയുന്ന പോലെ പെട്ടെന്ന് കാര്യങ്ങൾ ഷിഫ്റ്റായി. കാര്യം ധോണി അത് പ്രൂവ് ചെയ്തു എല്ലാ കാര്യങ്ങളും കൊണ്ടും. അദ്ദേഹം അധികമായിട്ടൊന്നും സംസാരിച്ചില്ല അതിനെപ്പറ്റി, അങ്ങനെ ചെയ്യണം ഇങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹം സ്വയം മാറി ആ ഒരു ലീഡറാണെന്നുള്ള ഒരു കാര്യം അദ്ദേഹം ആൾക്കാരുടെ മുന്നിലേക്ക്, ടീം അംഗങ്ങളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ടീം അംഗങ്ങളെല്ലാം ഇൻക്ലൂഡിങ് സച്ചിൻ പോലും അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് നിസ്സാരമായിട്ടുള്ള സാധനമല്ല. ഇത് ചില ആൾക്കാർ വേണമെങ്കിൽ തർക്കിച്ചിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത്, ഞാൻ ക്യാപ്റ്റനാണ്, അവിടെ നിൽക്കി, ഇവിടെ നിൽക്കി, അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് ക്യാപ്റ്റനായിട്ട് അഭിനയിക്കാം, അല്ലെങ്കിൽ ക്യാപ്റ്റനാണെന്നുള്ള ഒരു രീതി വരുത്തി ഉണ്ടാക്കാം. പക്ഷേ ധോണി സ്വയം മാറിയാണ്, സൈലൻസ് ആയിരുന്നു ധോണിയുടെ ക്യാപ്റ്റൻസി. ശരിക്കും പുള്ളി കാണിച്ചു കൊടുത്തു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആവശ്യമുള്ളതിന് മാത്രം റിയാക്ട് ചെയ്ത് ആവശ്യമില്ലാത്തടത്ത് എവിടെയും തലയിടാൻ പോകാറില്ല. അതുകൊണ്ട് വലിയ നേട്ടങ്ങളാണ് ഇന്ത്യൻ ടീമിനുണ്ടായത്. ഇപ്പോഴും സച്ചിൻ പറഞ്ഞതിൽ കേട്ടിട്ടുണ്ടോ, ധോണി ഈസ് ദ ബെസ്റ്റ് ക്യാപ്റ്റൻ ഐ ഹാവ് പ്ലേഡ് അണ്ടർ. ഞാൻ ഇതുവരെ കളിച്ച ക്യാപ്റ്റന്മാരിൽ ധോണിയാണ് ഏറ്റവും നല്ല ക്യാപ്റ്റൻ എന്നാണ് സച്ചിൻ പറയുന്നത്. അത് സച്ചിൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. സച്ചിനെ പോലെ ഒരു വലിയൊരു താരം, ഒരു ബ്രാൻഡ് ആണ്, അതിനെ അംഗീകരിച്ച് നോക്കണം. ശേഷം കോഹ്ലി, ഡെഫിനറ്റ്ലി കോഹ്ലി വന്ന ആ സമയത്തൊക്കെ ഒരു പ്ലെയർ മാത്രമായിരുന്നു. പക്ഷേ കോഹ്ലി ആ ഒരു കൈയടക്കത്തോടുകൂടി ടീമിനെ കൊണ്ടുപോയി. പക്ഷേ കോഹ്ലി കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ധോണിയിൽ നിന്ന് ആ ക്യാപ്റ്റൻസിക്ക് വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഗ്രസീവ് മോഡിലുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ അണ്ടറിലുണ്ടായിരുന്ന ടീമിനെ മൊത്തം വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ പുള്ളിക്ക് സാധിച്ചു. എക്സെപ്റ്റ് രോഹിത് ശർമ്മ അങ്ങനെയുള്ള ഒരു സീനിയർ പ്ലെയേഴ്സിന് അല്ലാണ്ട് ബാക്കി കോഹ്ലിയുടേതായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജും ഒരു അഗ്രസീവ്നെസ്സും ആ ടീമിലേക്ക് കൊണ്ടുവന്നു. ഒരു ആംഗ്രി ബേർഡ്സ് ആയിരുന്നു കോഹ്ലി. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ കോഹ്ലിക്ക് സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ വരുന്ന എന്താ പറഞ്ഞത്, രോഹിത് ശർമ്മ ഒക്കെ വൺഡേയിലൊക്കെ നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു, ഒരു പക്വതയാർന്ന ഒരു സംഭവം. അതിനുശേഷമാണ് ഇപ്പോൾ ഗില്ലിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ ഗില്ലിനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് അല്ല, മാറി മാറി പലരെ അവർക്ക് പരീക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ ആറ്റിറ്റ്യൂഡ് കൊണ്ടും കുറച്ചൊക്കെ ഒരു സീനിയോറിറ്റി കൊണ്ടും ഇപ്പോൾ നിലവിൽ ഗില്ലിനെ അല്ലാണ്ട് വേറെ ആരെ ഏൽപ്പിക്കാനില്ല. അതാണ് ശരിക്കുള്ള സത്യം. ശരിക്കും കുറേ കളിക്കാർക്ക് ഇതിൻ്റെ അടുത്ത് വന്നെന്ന് എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ പറഞ്ഞു. പക്ഷേ ഇത് ആരൊക്കെ വന്നു, ആരും വന്നിട്ടില്ല. ഈ വന്നവരൊക്കെ തന്നെ ശരിക്കും ഒരു ക്യാപ്റ്റൻസിക്കുള്ള ഒരു വകുപ്പ് ഇപ്പോൾ അവിടെ ഇല്ല. മൊത്തത്തിൽ കുളമാണ്. കാര്യം അതിനകത്ത് കോഹ്ലിയും രോഹിത്തൊക്കെ വിരമിക്കുകയും ചെയ്തു. ഹാർദിക് പാണ്ഡ്യ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ അത് എന്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യനെ ഏൽപ്പിക്കുന്നില്ല, വൺഡേയിലൊന്നും ഏൽപ്പിക്കുന്നില്ല, ടെസ്റ്റ് ക്ലിപ്പിന് ഇല്ല താനും. പക്ഷേ എവിടെയോ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുവാണ്. നമുക്ക് നല്ലൊരു പ്ലെയറെ വേണം. ഇപ്പോൾ അഭിഷേക് ശർമ്മയ്ക്ക് എന്ന് പറയുന്നത് അടിയാണ്. പക്ഷേ അവരെയൊന്നും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളുണ്ട്. അവരുടെ കളി കൂടി പോകും. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ടീമിലുള്ളതിലൊരു പക്വതയാർന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് എല്ലാം കൊണ്ടും. പക്ഷേ പുള്ളിക്ക് പോലും ഈ ടീമിനെ ഹോൾഡ് ചെയ്തൊരു ടീം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുമ്പോൾ പുള്ളിയുടെ ബാറ്റിംഗ് ഇപ്പോൾ കുളമായി കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോഹ്ലി ആയിരിക്കുക, ഒരു രോഹിത് ആയിരിക്കുക, ഒരു ധോണി ആയിരിക്കുക എന്നുള്ളതൊക്കെ പറയുന്നത്, ക്യാപ്റ്റൻ ആയിരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നു. ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. ഇത് ഗംഭീറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഗംഭീറിന് ഒരു പരിധി വരെ ഉണ്ട്. കാര്യം ഗംഭീർ ശരിക്കും കോഹ്ലിനെയും രോഹിത്തിനെയും തഴഞ്ഞിരിക്കുന്നത് പല ആൾക്കാരും വിചാരിക്കുന്നത് ശത്രുത കൊണ്ടാണ്. ശത്രുത കൊണ്ട് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വശം. കാര്യം ഗംഭീറിൻ്റെ മേലെയുള്ള ഉത്തരവാദിത്തം ഈ ടീമിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമല്ല. ഇപ്പോൾ ഗംഭീറിനെ പോലെ ഒരാളെ എന്തുകൊണ്ട് ഈ ടീമിലേക്ക് ഈ കോച്ചായിട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീറിൻ്റെ ഒരു എഫിഷ്യൻസി ഉണ്ട്. ക്യാപ്റ്റനായിട്ടിരുന്ന സമയത്ത് അദ്ദേഹം കാണിച്ചൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് ടീമിൻ്റെ കോച്ച് എന്നുള്ള രീതിയിൽ ഒരു യങ്സ്റ്റേഴ്സിനെ വളർത്തിക്കൊണ്ടുവരാനൊരു നല്ല ഹെൽപ്ഫുള്ളാണ്. കാര്യം കോഹ്ലിയും രോഹിത്തും ഏകദേശം അവരുടെ കരിയർ എൻഡിങ്ങിലേക്ക് വരുന്നു. ആ സമയത്താണ് ഗംഭീറിനെ കൊണ്ടുവരുന്നത് മൊത്തത്തിലൊരു ടീമിനെ തച്ചുടച്ച് ഒരു പ്രൊഫഷണൽ ടീമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ട്, ഒരു തലമുറ കൈമാറ്റം എന്ന് പറഞ്ഞൊരായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തലമുറയിലുള്ള ആൾക്കാരെ എങ്ങനെ മെച്ചുവറായിട്ടൊരു ടീമിൻ്റെ വിജയ നായകന്മാരായിട്ട് കൊണ്ടുവരാം, ഒരു ടീമിനെ എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പ്രഷർ സിറ്റുവേഷനിൽ, ഇതിനൊക്കെ വേണ്ടിയും കൂടിയാണ് ഗംഭീറിനെ കൊണ്ടുവന്നത്. നമ്മളെല്ലാം കൂടി ഗംഭീറിൻ്റെ തലയിൽ വെക്കേണ്ട കാര്യമില്ല. എങ്കിലും ഗംഭീർ എടുക്കുന്ന കുറച്ച് ഒരു വാശിയോട് കൂടിയുള്ള ചില തീരുമാനങ്ങളുണ്ടെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഒരു പിള്ളേർ കളി പോലത്തെ, അല്ലെങ്കിൽ പിള്ളേരുടെ ഒരു വാശി മെച്യൂരിറ്റി മാറിയിട്ട് ഒരു ഒരു വാശിപ്പുറത്ത് ഒരു ടീമിനെ സെലക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്.
അങ്ങനെ ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. അതേപോലെ മറ്റൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, സഞ്ജു സാംസൺ ഗില്ലിനെ മാറ്റേണ്ട സമയം ആയി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗില്ലിനെ പോലെ ഒരാളെ ക്യാപ്റ്റനാക്കേണ്ട കാര്യമില്ല. ഒന്നാമതെ ഗില്ല് ഡ്രൈവ് ഷോട്ടുകളൊന്നും കളിക്കാത്ത ഒരാളാണ്, ഓഫ് ടെമ്പിലൊക്കെ ഒട്ടും ഡ്രൈവുകളില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ എപ്പോഴും ബാറ്റിങ്ങിൽ കൺസിസ്റ്റൻസി കുറവായിരിക്കും. ഓഫ് ടെമ്പിൽ ഡ്രൈവ് ഷോട്ടുകൾ ഉണ്ടെങ്കിലാണ് കൂടുതൽ ഒരു കൺസിസ്റ്റൻസി ഒരു ബാറ്റ്സ്മാൻ കിട്ടുക. അങ്ങനെ ഒരാൾ ക്യാപ്റ്റനാക്കിയിട്ടേ കാര്യമുള്ളൂ. ഇത് ഓൾറെഡി ഗില്ലിൻ്റെ വിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പാണ്, അത് എപ്പോൾ വേണമെങ്കിലും വിക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അതിന് ക്യാപ്റ്റൻസിയുടെ പ്രഷർ കൂടിയാകുമ്പോൾ പുള്ളി ഫ്രീ ആയിട്ട് കളിക്കാൻ സാധ്യതയില്ല. ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ലോക ഭരിക്കാണ്. സാധാരണ ക്യാപ്റ്റൻസി കിട്ടുമ്പോൾ ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റൻസിക്ക് മുന്നേ എപ്പോഴും ഭരിക്കായിരുന്നു. 5 വൺ ഡേ മാച്ച് ഉണ്ടെങ്കിൽ 5 വൺ ഡേ മാച്ച് കളിച്ചു ഒന്നെങ്കിൽ അതിനിടയ്ക്ക് പരിക്ക് പറ്റും, അല്ലെങ്കിൽ ആ കളി കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് പരിക്ക്. ലാസ്റ്റ് ഏകദിനത്തിൽ ഇങ്ങനെയായിരുന്നു. പിന്നെ കുറേ നാൾ പുള്ളിനെ കാണിയില്ല, പിന്നെ ഇടയ്ക്കൊന്നും പുള്ളി ഇറങ്ങി തിരിഞ്ഞൊക്കെ വരും. അങ്ങനെയായിരുന്നു പുള്ളിയുടെ കരിയർ. പക്ഷേ ക്യാപ്റ്റനാക്കിയപ്പോൾ പുള്ളി വളരെ സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ കരുതലോടുകൂടി പുള്ളിയുടെ ഓരോ കാര്യങ്ങൾ നീക്കി പരിക്കില്ലാണ്ടാണ് പുള്ളി പിന്നെ പോയിരിക്കുന്നത്. നമുക്ക് കണ്ടറിയാം. അന്ന് തുടങ്ങി രോഹിത് ശർമ്മ ഇതുവരെ ഒരു പ്രത്യേക രീതിയിൽ ബാറ്റിങ്ങിൽ പോലും പുള്ളി അങ്ങനെ, ആ സമയത്താണ് പുള്ളിക്ക് ബാറ്റിങ്ങിൽ കുറച്ചും കൂടിയൊക്കെ ഷോട്ടുകളുടെ കണക്ഷൻ അങ്ങനെ ചുമ്മാ കയറിയൊന്നും വീശാണ്ട് കുറച്ചും കൂടി കരുതലോട് കൂടിയൊക്കെ ഫ്ലിക്കിനൊക്കെ 6 ശരിക്കും കൊണ്ടുവരാൻ തുടങ്ങി. അതായത് വലിയ വീശുന്ന ശരീരത്തിന് പരിക്ക് പറ്റാത്ത രീതിയിൽ കണക്റ്റീവ് 6 അടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുള്ളി ക്യാപ്റ്റനായതിനു ശേഷം ഞാൻ കണ്ട രീതികളാണ്. അത് പുള്ളിയുടെ ഒരു അച്ചടക്കമാണ്, ആ ടീമിനോടുള്ളൊരു കരുതലാണ്. തനിക്ക് എന്തെങ്കിലും പറ്റിയ ആ ടീം കുളമാവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുതലോട് കൂടി ഇത് കൊണ്ടുപോകാൻ അത് തന്നെ ഹാർദിക് പാണ്ഡ്യ കാണിച്ചിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ഒരാൾ ലോക പരിക്കെന്ന് പറഞ്ഞാൽ പരിക്ക് കാര്യം പുള്ളി ഒരു ഓൾറൗണ്ടർ കൂടി ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി പരിക്കുണ്ടാവും. പിന്നെ ബൗണ്ടറിയിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പരിക്കിനുള്ള ചാൻസുകൾ 100% ഉണ്ട്. അങ്ങനെയാണ് പുള്ളി പെട്ടെന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് വിരമിച്ചത്. ബാക്കിയുള്ള ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട്, ബാക്കിയുള്ള കളികളിൽ പുള്ളി കളിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അപ്പോഴും പരിക്കുകളുണ്ടായിരുന്നു. പക്ഷേ ആ പരിക്കിൽ നിന്ന് പുള്ളി മാറിയത് ആ ക്യാപ്റ്റൻസി കൊടുത്തപ്പോഴാണ്. ക്യാപ്റ്റൻസി കൊടുത്തപ്പോൾ പുള്ളി കുറച്ചും കൂടി ഒരു കരുതലോടുകൂടി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഫുൾ മതിമറന്ന് കളിക്കേണ്ട കാര്യമില്ല. ക്യാപ്റ്റനാകുമ്പോൾ കുറച്ച് ഒരു ഇതുണ്ടല്ലോ, നമുക്കൊരു സ്വാധീനമുണ്ട്. നമ്മൾ അതിന് കുറച്ച് മിസ്റ്റേക്കുകൾ വന്നാലും കുറച്ച് നാളും കൂടി നമുക്ക് വണ്ടിയിൽ നമ്മൾ ക്യാപ്റ്റനായിട്ട് ഇരിക്കണത്രയും കാലം നമുക്ക് ആ ടീമിൽ നിലനിൽക്കാം. കാര്യം ക്യാപ്റ്റൻസി എന്ന ഒരാളെ പെട്ടെന്ന് ടീമിൽ നിന്ന് പുറത്താക്കിയല്ല, ക്യാപ്റ്റൻ സ്ഥാനം പുറത്താക്കിയിട്ടേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആനുകൂല്യം ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഗില്ല് സാറിന് ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ സാധാരണ എല്ലാവരും കുറച്ചും കൂടി ആരോഗ്യവും ഇതൊക്കെ നോക്കേണ്ടതാണ്. ഗില്ല് പരിക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗില്ലിന് ക്യാപ്റ്റൻസി ഭയങ്കര പ്രഷർ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയമില്ലാണ്ട് പറയാം. അപ്പോൾ ഇനി ആരാന്നുള്ളതാണ് ക്യാപ്റ്റൻസി കൊടുക്കണ. ശ്രേയസ് അയ്യർ നല്ലൊരു ഓപ്ഷനായിരുന്നു, പക്ഷേ പുള്ളി പരിക്കുമായിട്ടാണ് പുള്ളീനെ ഇപ്പോൾ കാണാനുമില്ല. നല്ലൊരു കളിക്കാനായിട്ട് നല്ല രീതിയിൽ മാറിക്കൊണ്ടിരുന്ന ഒരാളാണ് ശ്രേയസ് അയ്യർ. പിന്നെ ഈ സ്ഥാനത്ത് ഇപ്പോൾ ആരെ കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. സഞ്ജു ഓക്കെയാണ്, പക്ഷേ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് തന്നെ 20ൽ സഞ്ജുവിനെ വേണം ക്യാപ്റ്റനാക്കാം. പക്ഷേ ബാക്കി വൺഡേയിലൊക്കെ ഇനി ആൾക്കാരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ബാക്കിയുള്ള ഇവരുടെ അവസ്ഥകൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇന്ത്യയുടെ നിലവിലത്തെ ഒരു സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഗംഭീറിൻ്റെ പങ്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീർ നിലവിലുള്ള നല്ല കളിക്കാരെ വെച്ച് കളിപ്പിക്കുന്നു. അതിൽ ക്യാപ്റ്റനായിട്ട് ഒരാളെ മാറ്റിക്കൊണ്ടുവരാൻ അതിനുള്ള ഒരാളില്ല ശരിക്കും. ഈ ഉള്ളവർ വെച്ച് കളിപ്പിക്കണമെങ്കിൽ അവർക്ക് ഒരു ക്യാപ്റ്റനാകാനുള്ള ഒരു സംഭവങ്ങൾ അവരുടെ കയ്യിലില്ല. പിന്നെ ഉള്ളത് ഗില്ലാണ്. ഗില്ല് IPL ഫൈനലിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെയൊക്കെ ഉള്ള ഒരു ഇതാണ്. പിന്നെ ഉള്ളത് ശ്രേയസാണ്. ശ്രേയസും IPL ഫൈനലിൽ വരെ വന്നു. ഇവർ രണ്ടുപേരല്ലാണ്ട് നിലവിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ ഇന്ത്യക്ക് അപ്പോൾ 20ൽ സഞ്ജുവിനെ ഇറക്കാം. വൺഡേയിൽ ഒരു ഓപ്ഷൻ ബുദ്ധിമുട്ടാണ്. നിലവിൽ ഗില്ല് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ രോഹിത് ശർമ്മയെ തന്നെ ഏൽപ്പിക്കണം. 2027 വേൾഡ് കപ്പിൽ എന്തായാലും അവർ കളിച്ചേ പറ്റുള്ളൂ. അവരൊന്നും ഇല്ലാണ്ടൊന്നും ഈ തുഴയെ പിടിച്ചിട്ട് ഇറങ്ങുന്ന പരിപാടിയൊക്കെ ഉപേക്ഷിച്ചാൽ മതി. കോഹ്ലി, രോഹിത് ഇല്ലാണ്ട്. പക്ഷേ ഹാർദിക് പാണ്ഡ്യക്കും ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം ബോളിംഗ് ബാറ്റിംഗ് ചെയ്യുന്ന ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ പരിക്കിന് സാധ്യതയുണ്ട്. മൊത്തത്തിൽ കളിക്കാരില്ല ശരിക്കും. മൊത്തത്തിൽ കുറേ കളിക്കാരുണ്ട്, പക്ഷേ ശരിക്കുള്ള കളിക്കാർ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കളിക്കാരന് ഇപ്പോൾ ശരിക്കും നമുക്കില്ല. ക്യാപ്റ്റനാകാൻ നമ്മളിനി ആരെ കൊണ്ടുവരും നമ്മളിനി ആരെ കൊണ്ടുവരും ഇല്ലയാന്ന് ചോദിക്കുന്ന പോലത്തെ അവസ്ഥയാണ്.